ഓം 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 ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യേ നമഃ. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ബ്രഹ്മാ വിഷ്ണു രുദ്ര മഹേശ്വര സദാശിവ ദുർഗാലക്ഷ്മി സരസ്വതി സാവിത്രി രാധാ ദേവീ നമഃ. ഓം പ്രസീദ വിശ്വേശ്വരി വിശ്വപ്രസീദേ പ്രസീദ വിശ്വേശ്വരി വേദരൂപിണി പ്രസീദ മായാമേ മന്ത്രവിഗ്രഹേ പ്രസീദ സർവേശ്വരി സർവരൂപിണി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ആനോ ഭദ്രാഃ കൃതവോ ഇന്ദു വിശ്വതഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. സർവവേദാന്തസിദ്ധാന്തഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. ഓം ശ്രീ സദ്ഗുരു പരമാത്മനേ നമഃ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. പരാശക്തിയുടെ അനുഗ്രഹത്തിനാലും ആദിശങ്കര ഭഗവത്പാദരുടെ അനുഗ്രഹം കൊണ്ടും നാം ഇപ്പോൾ സൗന്ദര്യലഹരി എന്ന മഹാസ്തോത്രത്തിൻ്റെ അർത്ഥമഹാത്മ്യങ്ങളെ പഠിക്കുകയാണ്. ഇന്ന് 29ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിൻ്റെ മന്ത്രം എന്ന് പറയപ്പെടുന്നത് ഓം ശ്രീ വരദാ അഭയകരായൈ നമഃ. ഓം ശ്രീ വരദാ അഭയകരായൈ നമഃ. സ്തോത്രത്തിൻ്റെ ബലസ്തുതി എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂഢത്വം അല്ലെങ്കിൽ മൂർഖത്വം അതല്ലെങ്കിൽ ദുഷ്ടസ്വഭാവം ഇത് നീങ്ങിക്കിട്ടുവാനും മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും മറ്റുള്ളവരോട് താത്പര്യബുദ്ധിയോടുകൂടി പെരുമാറാനുമുള്ള ഒരു ബലസിദ്ധിയാണ് ഈ സ്തോത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സങ്കല്പം പറയുമ്പോൾ അവിനയ നിവൃത്യർത്ഥം നവവിംശതി സ്തോത്രം ജപേത് അല്ലെങ്കിൽ നവവിംശതി ശ്ലോകം ജപേത് എന്ന് പറയണം. ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരമേശ്വരൻ്റെ പ്രഭാവം, പരമേശ്വരൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ പരാശക്തിയുടെ ഭർത്താവെന്ന ആ സ്ഥാനത്തിലിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ദേവി നൽകപ്പെടുന്ന ബഹുമാനം, മര്യാദ, ഇതിനെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ശ്ലോകം ജപിച്ച് സിദ്ധി ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാവരെയും ബഹുമാനിക്കുവാനും ഗുരുജനങ്ങളെ സേവിക്കുവാനും മൂർഖത്വം നീങ്ങി എല്ലാത്തിനും ദേഷ്യപ്പെടുന്ന സ്വഭാവം നീങ്ങി സൗമ്യമായ നല്ല ജീവിതം, വിനയപൂർവമായ ജീവിതം നയിക്കുവാൻ ഈ ശ്ലോകത്തിലെ മന്ത്രങ്ങൾ ആ ഭക്തനെ ഉപകരിക്കുന്നു അല്ലെങ്കിൽ അനുഗ്രഹം ലഭിക്കുന്നു. ശ്ലോകം ജപിക്കേണ്ട രീതി രാവിലെ കിഴക്കുമുഖം നോക്കിയിരുന്ന് 45 ദിവസവും 1000 പ്രാവശ്യം വീതം ഈ ശ്ലോകത്തെ ജപം ചെയ്ത് സിദ്ധി ലഭിക്കേണ്ടതാണ്. സിദ്ധി ലഭിക്കുന്ന ഒരു വ്യക്തിക്കാണ് നല്ല വിനയമായ ഭാവത്തോടുകൂടി മറ്റുള്ളവർക്ക് എല്ലാവിധമായ ബഹുമാനം നൽകി ജീവിക്കുവാനുള്ള ഒരു അവസരം ലഭിക്കുകയും അതുപോലെ തന്നെ അന്യോന്യ സൗഹാർദ്ദമില്ലാത്ത കുടുംബത്തിൽ മക്കളെല്ലാവരും വഴക്കുകൂടി, ഭാര്യയും ഭർത്താവും വഴക്കുകൂടി, എല്ലാവരും ഒരാൾക്കൊരാൾ വഴക്കുകൂടി ആരും സ്ഥാനമാനങ്ങൾക്ക് ബഹുമാനം നൽകാതെ ഛിന്ന ഭിന്നമായി ജീവിക്കുന്ന ആ കുടുംബത്തിൽ ഒരു ഐക്യമത്വം ബോധം വളരുകയും അവിടെ പരാശക്തിയുടെ പരിപൂർണമായ അനുഗ്രഹം ഉണ്ടായി ആ കുടുംബത്തിലെ എല്ലാവരും അന്യോന്യം സ്നേഹിച്ചുകൊണ്ടും സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുന്നു. ഈ ശ്ലോകത്തിനുള്ളതായ യന്ത്രം എല്ലാ സൗന്ദര്യലഹരിയിലെ സ്തോത്രങ്ങൾക്കും ഒരു യന്ത്രം കൽപ്പിച്ചിട്ടുണ്ട് ആചാര്യസ്വാമികൾ. ഷഡ്കോണത്തിൽ ത്രിശൂലം കൊണ്ടുള്ള ഷഡ്കോണ ചക്രം വരച്ച് അതിനകത്തായി ക്ലീം എന്ന ബീജാക്ഷര മന്ത്രത്തെ എഴുതുക. ക്ലീം എന്നുള്ള ബീജാക്ഷര മന്ത്രം വളരെയേറെ ശക്തിയുള്ള ഒരു മന്ത്രമാകുന്നു. ഐം ഹ്രീം ക്ലീം ശ്രീം, ഇതാണ് വളരെ വളരെ പ്രധാനപ്പെട്ട 4 ബീജാക്ഷര മന്ത്രങ്ങൾ. കിരീടം വൈരിഞ്ചം പരിഹര പുരഹ കൈഡബ വിദഹ കഠോരേ കോടീരേ സ്ഖലസി ജഹി ജംഭാരി മകുടം പ്രണമ്രേഷ്വേത്തേഷു പ്രസഭ ഉപയാതസ്യ ഭവനം ഭവസ്യാഭ്യുത്ഥാനേ തവ പരിജനോക്തിർവിജയതേ. കിരീടം വൈരിഞ്ചം പരിഹരപുരഃ കൈഡബവിദഃ കഠോരേ കോടീരേ സ്ഖലസി ജഹി ജംഭാരി മകുടം പ്രബന്മേച്ഛ്വേത്തേഷു പ്രസഭമുപയാതസ്യ ഭവനം ഭവസ്യാഭ്യുത്ഥാനേ തവ പരിജനോക്തിർവിജയതേ. കിരീടം വൈരിഞ്ചം ഇതിൻ്റെ
ഈ ശ്ലോകത്തിൽ ആദിശങ്കര ഭഗവത്പാദർ പരാശക്തിയെ നോക്കി അഭിസംബോധന ചെയ്യുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ഭർത്താവായ പരമശിവൻ, സാക്ഷാത് സദാശിവമൂർത്തി, പരബ്രഹ്മസ്വരൂപൻ, അദ്ദേഹത്തെ കാണുമ്പോൾ പതിവ്രതയായ സുമംഗലിരത്നമായ സദാശിവ കുടുംബിനിയായിരിക്കുന്ന ദേവിയായ നീ എണീറ്റ് അദ്ദേഹത്തിന് നൽകുന്ന ആദരവും ബഹുമാനവും കണ്ട് ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു അമ്മേ. കാരണം പരാശക്തിയാണെങ്കിൽ പോലും ഭർത്താവിന് മുമ്പിൽ താനൊരു കുടുംബിനിയാണ്, താനൊരു ഭാര്യയാണ്. ഞാൻ എപ്പോഴും അങ്ങയ്ക്ക് ഉപചാരാദികൾ ചെയ്ത് ജീവിക്കേണ്ട ഒരു മഹാശക്തിയാകുന്നു എന്ന് ദേവി തന്നെ മറ്റുള്ളവർക്ക് ഒരു പാഠമായി കൽപ്പിക്കപ്പെടുന്ന സ്വഭാവ രീതിയെയാണ് ആദിശങ്കര ഭഗവത്പാദർ ഇവിടെ കണ്ടത്. ഈ അതിശയോക്തമായിരിക്കുന്ന ദേവിയുടെ പ്രവൃത്തി അദ്ദേഹത്തിന് ഇത്രയും നല്ല ഒരു ശ്ലോകത്തെ രചിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടായിത്തീർന്നു. നമ്മൾ ഇതിനു മുമ്പിൽ പല സ്തോത്രങ്ങളിലും പഠിച്ചിട്ടുണ്ട്, ലളിതാ സഹസ്രനാമത്തിലും പഠിച്ചിട്ടുണ്ട്. ബ്രഹ്മാ, വിഷ്ണു, രുദ്രമഹേശ്വരാദികൾ പോലും പരാശക്തിയുടെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് അംബികയുടെ അനുഗ്രഹം നേടി അതുവഴിക്കാണ് അവർ അവരുടെ കൃത്യങ്ങളെയെല്ലാം പ്രവൃത്തികളെയെല്ലാം ചെയ്തു വരുന്നത്. അങ്ങനെ ചെയ്യാത്ത പക്ഷം അവരെല്ലാവരും പ്രേതങ്ങളായി തീർന്നു എന്ന് ഭവിക്കുന്നു. പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണ്യേ നമഃ എന്നുള്ള ആ പുണ്യ സ്തോത്രത്തിൽ നാം ഈ രഹസ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള സന്ദർഭമുണ്ടായി. ഇപ്പോൾ പറഞ്ഞു വരുന്നത് അതിൻ്റെ വേറൊരു രീതി. അതായത് ബ്രഹ്മാവും രുദ്രനും അല്ലെങ്കിലോ ഇന്ദ്രനും വിഷ്ണുവുമെല്ലാം പരാശക്തിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഇവിടെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സദാശിവമൂർത്തിയായ പരമേശ്വരൻ ശക്തിയെ നമസ്കരിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ദേവി ഒരിക്കലും അതിന് അനുവദിക്കില്ല. അതുകൊണ്ട് ശക്തിയുടെ പാദങ്ങളെ എങ്ങനെയെങ്കിലും താൻ കൈകൊണ്ട് തൊടണം, ആ പാദങ്ങളിൽ തൻ്റെ കൈസ്പർശനം ഏൽക്കണം, അല്ലെങ്കിൽ തൻ്റെ ശരീരസ്പർശനം ഏൽക്കണം എന്ന് അത്യധികം ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ക്ഷേത്രജ്ഞൻ എന്നുള്ള പേരിൽ ഒരു കുഞ്ഞിൻ്റെ രൂപത്തിലുള്ള സദാശിവമൂർത്തി പരാശക്തി കാളി രൂപമെടുത്ത് ചണ്ഡമുണ്ടാസുരാദികളെ വധിക്കാനായി യുദ്ധക്കളത്തിൽ ആവിർഭവിച്ചപ്പോൾ അദ്ദേഹം ആ കാളിയുടെ കോപത്തെ ശമിപ്പിക്കുവാൻ വേണ്ടി ഒരു ബാലൻ്റെ രൂപത്തിൽ അവിടെ വന്ന് കിടന്നു. ആ ശിവന്റെ മാറത്ത് ശക്തിയുടെ പാദങ്ങൾ സ്പർശിച്ചതോടുകൂടി ദേവിക്ക് അത്യന്തം ലജ്ജാഭാവം ഉണ്ടാവുകയും ദേവി നാക്ക് പുറത്തിട്ട് കടിക്കുകയും ചെയ്തു. അപ്പോൾ പരമശിവൻ മുറുക്കെ ആ പാദങ്ങളെ പിടിക്കുകയാണ്. ഞാൻ വലിയ ഭാഗ്യവാനാണ്, ഈ പാദങ്ങൾ ഇത്രയെല്ലാം ക്രൂരന്മാരായിരിക്കുന്ന മൂർഖന്മാരായിരിക്കുന്ന അസുരാദികളെയെല്ലാം ചവിട്ടി തെറിപ്പിച്ച കാലാണ്. അവർക്കെല്ലാം ലഭിച്ച ആ ഭാഗ്യം പോലും എനിക്ക് സിദ്ധിച്ചില്ലല്ലോ എന്നുള്ള വ്യസനം കൊണ്ടാണ് ഞാൻ ഈ സന്ദർഭത്തെ നോക്കിയിരുന്നത്. അതെനിക്കിപ്പോൾ സാധിച്ചു എന്ന് പറഞ്ഞ് സന്തോഷപ്പെടുന്നു അദ്ദേഹങ്ങൾ. ആ പാദങ്ങളിൽ ബ്രഹ്മാവ്, പിന്നീടോ വിഷ്ണു, അതിനുശേഷം ഇന്ദ്രൻ, അതിന് ചോടെയായി പല ദേവന്മാരും പരാശക്തിയെ വീണ് നമസ്കരിക്കുന്നു. തങ്ങളുടെ എല്ലാം കിരീടം ശക്തിയുടെ പാദങ്ങളിൽ സ്പർശിക്കപ്പെടുന്നു. കാരണം ഒരു രാജാവിന് അല്ലെങ്കിൽ ഒരു മഹാത്മാവിന് അദ്ദേഹത്തിൻ്റെ കിരീടം വളരെ പ്രാധാന്യമുള്ളതാണ്. സ്ഥാനമാനമുള്ളവർക്ക് എല്ലാവർക്കും കിരീടമുണ്ട്. ഇന്നത്തെ രാജ്യത്തിൽ പോലീസ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ മിലിറ്ററി ഹെഡ്സ് ഇവരെല്ലാമാണ് തൊപ്പി ധരിക്കുന്നത്. പണ്ടെല്ലാ രാജാക്കന്മാർക്കും കിരീടം എന്നുള്ള പേരിൽ തൊപ്പിയുണ്ട്. എല്ലാ വേദിക് സ്കോളേഴ്സിനും തൊപ്പിയുണ്ട്. അപ്പോൾ ഇതെല്ലാം തൊപ്പിയുടെ രൂപത്തിൽ മാറി പക്ഷേ ഇതെല്ലാം കിരീടമാണ്. സ്ഥാനമാനങ്ങളുള്ളവർക്കാണ് കിരീടം. അങ്ങനെ സ്ഥാനമാനങ്ങളെല്ലാം ഉള്ള ആ കിരീടത്തെ ധരിച്ചുകൊണ്ടാണ് ഓരോ ദേവന്മാരും ശക്തിയുടെ പാദങ്ങളിൽ അവരവർക്ക് പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമസ്കരിക്കുന്നത്. അലോട്ട്മെൻ്റാണ്. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിൽ പോയി നമസ്കരിക്കാൻ പറ്റില്ല. സീനിയോറിറ്റി അനുസരിച്ച് വേണം പോയി നമസ്കരിക്കാൻ. അങ്ങനെ നോക്കുമ്പോൾ 16ാമത്തെ പ്രാകാരത്തിൽ ബ്രഹ്മദേവൻ ഇരുന്ന് തപസ് ചെയ്യുന്നു ദേവിക്ക്. 25 പ്രാകാരങ്ങളുള്ള മണിദ്വീപത്തിലാണ് പരാശക്തി പരാംബികയായി നിലകൊള്ളുന്നത്. ആ ദേവിയെ ദർശിക്കാനായിക്കൊണ്ട് എല്ലാ ദേവീദേവന്മാരും കാത്തിരിക്കുന്നു. എവിടെയാണ്? 25 പ്രാകാരങ്ങളുള്ള മണിദ്വീപത്തിൽ. ഓരോ പ്രാകാരത്തിന് ഓരോ പ്രാധാന്യമുണ്ട്. അങ്ങനെയുള്ള പ്രാകാരത്തിലാണ് ഈ ദേവന്മാർ തപസ്സിരിക്കുന്നത്. അവരുടെ സമയം വരുമ്പോൾ അവരെണീറ്റ് പോയി ദേവിയെ നമസ്കരിക്കും. പരാശക്തിയുടെ അനുഗ്രഹം വാങ്ങിച്ചു കൊണ്ടുവന്ന് വീണ്ടും അവരവരുടെ പ്രവൃത്തി ചെയ്തു തുടങ്ങും. ആ രീതിയിൽ നോക്കുമ്പോൾ 14, 15 എന്ന പ്രാകാരത്തിൽ ഇന്ദ്രനും
16ാമത്തെ പ്രാകാരത്തിൽ ബ്രഹ്മദേവനും 17, 18 പ്രാകാരത്തിൽ വിഷ്ണു ഭഗവാനും 22, 23 പ്രാകാരത്തിൽ സൂര്യനും മാർത്താണ്ഡ ഭൈരവാരാധ്യാം മന്ത്രീന്യസ്തരജ്ജുദുഹു ലളിതാ സഹസ്രനാമത്തിലെ പുണ്യശ്ലോകം. ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവസംസ്കൃത വൈഭവായൈ നമഃ. ബ്രഹ്മ ഉപേന്ദ്രന്മാർ എല്ലാവരും തന്നെ പരാശക്തിയെ പാദത്തിൽ വീണ് നമസ്കരിക്കുന്നു. പാദത്തിൽ വീണ് നമസ്കരിക്കുമ്പോൾ കിരീടത്തോടു കൂടിയാണ് നമസ്കരിക്കുന്നത്. കാരണം മുമ്പിലത്തെ ശ്ലോകത്തിൽ പഠിച്ചു, കിരീടം അഴിച്ചു മാറ്റി പിന്നെ കണ്ണാടി നോക്കി ഇവിടെ വന്ന് ഇരിക്കുമ്പോഴേക്കും വേറെ ആരെങ്കിലും നമസ്കരിച്ചിട്ട് പോകും. അപ്പോൾ എല്ലാവർക്കും ഞാൻ നമസ്കരിക്കണം ദേവിയെ എന്നുള്ള ആ ആഗ്രഹവും ധൃതിയും കൊണ്ടാണ് ഓരോരുത്തരും അവിടെ വന്ന് ചേരുന്നത്. കാരണം അത്യധികം അപൂർവമാണ് ആ സന്ദർഭം കിട്ടുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിനെ ആരും പാഴാക്കാറില്ല. ഇപ്പോൾ ഒരു പ്രസിഡന്റിനോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിനെയോ ഒക്കെ കാണാൻ പോവുകയാണെങ്കിൽ അവർ 10 മിനിറ്റോ 5 മിനിറ്റ് തരുകയാണെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ മുമ്പിൽ തന്നെ അവിടെ പോയി ക്യൂ നിൽക്കണം. കാരണം ആ സമയം വിട്ട് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ല. അത്രയും അധികം തിരക്കും ശക്തിയുമുള്ള വ്യക്തികളാകുന്നു അവരെല്ലാം. അതുപോലെ തന്നെ ഇവിടെ ബ്രഹ്മ, വിഷ്ണു, ഇന്ദ്രൻ, മറ്റുള്ള ദിഗ്പാലകന്മാർ, ദേവന്മാർ, ദേവിമാർ ഇവരെല്ലാവരും തന്നെ ശക്തിയെ നമസ്കരിക്കാൻ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ അക്കൂട്ടത്തിൽ ബ്രഹ്മാവിൻ്റെ ശിരസ് വെച്ചിരിക്കുന്ന കിരീടമാണ് ശക്തിയുടെ പാദങ്ങളുടെ ആദ്യ ഭാഗത്തായി കിടക്കുന്നത്. കാരണം ബ്രഹ്മാവിന് എല്ലാവരും പ്രഥമ സ്ഥാനം കൽപ്പിക്കുകയും അദ്ദേഹം എപ്പോഴും ഒരു മുത്തശ്ശൻ്റെ പ്രകൃതിയിലാണ് കാണപ്പെടുക. ഏറ്റവും അധികം വയസ്സ് പ്രായമുള്ള ഒരു പിതാമഹൻ എന്നുള്ള സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ എല്ലാവരും ബഹുമാനത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന് ആദ്യത്തെ സീറ്റ് കൊടുക്കും. നിങ്ങൾ പൊയ്ക്കോളൂ പറയും. അയാൾ ലാസ്റ്റിൽ വന്നാലും അദ്ദേഹത്തെ ഫ്രണ്ടിലേക്ക് അയക്കും. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ അവിടെ ആദ്യം പരാശക്തിയുടെ പാദത്തിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്നത് ബ്രഹ്മാവിൻ്റെ ശിരസ്സാണ്, അല്ലെങ്കിൽ ബ്രഹ്മാവ് നമസ്കരിക്കുന്ന ആ സ്ഥിതിയാണ്. അപ്പോൾ ശക്തി ഇവിടെ ആദിശങ്കര ഭഗവത്പാദർ വളരെ ചാതുര്യത്തോടു കൂടിയാണ് ഈ സ്തോത്രത്തെ രചിച്ചിരിക്കുന്നത്. കിരീടം വൈരിഞ്ചും, ബ്രഹ്മാവിൻ്റെ കിരീടം, വിരഞ്ജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മാവ്, കിരീടം വൈരിഞ്ചം, അതായത് ബ്രഹ്മാവിൻ്റെ കിരീടത്തിലാണ് ആദ്യം കാല് തട്ടുക ദേവിയുടെ. അത് പരിഹരിച്ച് പുറത്തിറങ്ങാം എന്ന് നോക്കുകയാണെങ്കിൽ അതിന് തൊട്ടടുത്തായി തന്നെ പരിഹരഹ പൂരഹ, പരിഹരിക്കുക, മാനേജ് ചെയ്യുക. ഓക്കെ, കാല് വയ്ക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ ശിരസിലോ അദ്ദേഹത്തിൻ്റെ കിരീടത്തിലോ തട്ടാതെ അവിടുന്ന് കാല് മാറ്റി ഇനിയൊരു സ്ഥലത്ത് വെക്കാമെന്ന് നോക്കുകയാണെങ്കിൽ അതിന് തൊട്ട് പുറകിലായി തന്നെ ആരുടെ കിരീടമായിരിക്കുന്നത്? കൈഡബിദഹ, കൈഡബന്മാരെ നശിപ്പിച്ച അല്ലെങ്കിൽ നിഗ്രഹിച്ച വ്യക്തി ആരാണ് ഇവിടെ? മഹാവിഷ്ണു. മധുമധുരേ മധു കൈഡബഞ്ചിനി കൈഡബഞ്ചിനി രാസരതേ ജയ ജയ ഹേ മഹിഷാസുരമർത്തിനി രമ്യകപർദ്ധിനി ശൈലസുതേ. മധു കൈഡബന്മാരെ 5000 വർഷം അദ്ദേഹം വിഷ്ണു ഭഗവാൻ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന നേരത്ത് പ്രയോഗിക്കേണ്ട എല്ലാ അസ്ത്രശസ്ത്രങ്ങളെയും പ്രയോഗിച്ചു. ഈ മധു കൈഡവന്മാർക്ക് മരണം സാധ്യമല്ല, കാരണം ദേവിയുടെ അനുഗ്രഹം ലഭിച്ചവരാണ്. അതുകൂടാതെ മഹാവിഷ്ണുവിൻ്റെ തന്നെ പുത്രന്മാരാകുന്നു മധുവും കൈഡവനും, കർണമലത്തിൽ നിന്നും ജാതരായരാകും. അപ്പോൾ അങ്ങനെയുള്ള ആ മധു കൈഡവന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി ശക്തി മോഹപ്രയോഗം ചെയ്ത് മധു കൈഡവന്മാരെ കൊണ്ട് തൻ്റെ അച്ഛനായിരിക്കുന്ന വിഷ്ണുവിൻ്റെ അടുക്കൽ നിന്ന് തന്നെ വരം വാങ്ങിപ്പിച്ചു. എങ്ങനത്തെ വരം? വിഷ്ണു ഭഗവാന്റെ കൈകൊണ്ട് തന്നെ ഇവർക്ക് മരണം ഏൽക്കണം എന്നുള്ള ഒരു വരം. അങ്ങനെ വിഷ്ണു ഭഗവാൻ അവരെ നിഗ്രഹിച്ചു. പക്ഷെ അതിന് കാരണമായിരുന്നത് ശക്തിയുടെ അനുഗ്രഹമായിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. കൈഡബിദഹ, കൈഡവന്മാരെ വഞ്ചിച്ചോ രഞ്ജിപ്പിച്ചോ നിഗ്രഹിച്ച. കഠോരേ കോടീരേ, വളരെയേറെ കഠിനമായിരിക്കുന്ന കിരീടമാണ് മഹാവിഷ്ണുവിൻ്റേത്. കാരണം രത്നങ്ങൾ പതിച്ചിട്ടുള്ളതാകുന്നു. രത്നങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ മഹാവിഷ്ണുവിൻ്റെ കിരീടം. നമ്മൾക്കറിയാം, രത്നങ്ങളിൽ അതികഠിനമായിരിക്കുന്ന രത്നമാണ് വൈരം, അതായത് ഡയമണ്ട്. ഡയമണ്ടിന് ഭയങ്കര ശക്തിയാണല്ലോ. കണ്ണാടിയെ പോലും കട്ട് ചെയ്യാൻ ഡയമണ്ട് ഹെഡിനെയാണ് ഉപയോഗിക്കുക. ഇപ്പോൾ അത്രയും കഠിനമായിരിക്കുന്ന കിരീടമാണത്രേ മഹാവിഷ്ണുവിൻ്റേത്. ആ കഠിനമായിരിക്കുന്ന കിരീടത്തിൽ പരാശക്തിയുടെ പാദങ്ങൾ സ്പർശിക്കുകയാണെങ്കിൽ ദേവിയുടെ കാലിന് ഭയങ്കര വേദന ഉണ്ടാവും. അത് സഹിക്കാൻ വയ്യ, അത് നടന്നുകൂടാ എന്നുള്ള ആഗ്രഹമാണ് പരാശക്തിയുടെ അടുത്തുനിന്ന് പരിചാരകം ചെയ്യപ്പെടുന്ന 8 പ്രധാനപ്പെട്ട ദേവിമാർ. അവരെ വശന്യാദി വാഗ്ദേവതകൾ എന്നും പറയപ്പെടുന്നു, പട്ടാരികാദേവിമാരെന്നും പറയപ്പെടുന്നു. 64,000 കോടി യോഗിനി ഗണങ്ങളെ കൊണ്ട് സേവ ലഭിക്കുന്ന മഹാശക്തി സ്വരൂപിണിയാണ് പരാശക്തി. 64 കോടി യോഗിനി ഗണസേവിതായേ നമഃ. 64 കോടി യോഗി ഗണങ്ങളുടെ പരിചാരണ കൊണ്ട് തൃപ്തിപ്പെട്ടവളാകുന്നു പരാശക്തി. അവരുടെ എല്ലാം
ശുശ്രൂഷ ലഭിക്കുന്നവളാണ്. ആ ദേവിയെ ആണ് ഇവിടെ പറഞ്ഞു വരുന്നത്. കഠോരേ കോടീരേ സ്ഖലസി. സ്ഖലസി എന്നിട്ടാൽ തട്ടുക, ഇടിക്കുക, സ്പർശനമേൽക്കുക. ജഹി ജംഭാരി മകുടം. അതിൽ നിന്നും രക്ഷപ്പെട്ട് കാല് എവിടെയെങ്കിലും വെക്കാം എന്ന് നോക്കുകയാണെങ്കിൽ അടുത്ത തൊട്ടടുത്തായി കിടക്കുന്നത് ദേവേന്ദ്രൻ നമസ്കരിച്ച് കിടക്കുകയാണ്. ദേവേന്ദ്രന്റെ കിരീടത്തിലായിരിക്കും കാലെടുത്ത് വെക്കുക. ഇതിനെല്ലാം കാരണം എന്തായിരുന്നു? പ്രണമ്രേഷ്വേറ്റേഷു. ഈ ബ്രഹ്മ വിഷ്ണു മഹേന്ദ്രന്മാർ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് പെട്ടെന്ന് ഒരു അത്ഭുതം അവിടെ ഉണ്ടായിത്തീർന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസഭം പെട്ടെന്ന് ഉപായാ തസ്യ ഭവനം, ഭവനത്തിലേക്ക് കയറി വരുന്ന ഒരു മഹാശക്തി. ആ ശക്തി ആരുടെയാണ്? ഭവസ്യാഭ്യുത്ഥാനേന, പരാശക്തിയെ പോലും ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീപ്പിക്കുന്ന ഒരു ശക്തി. അതേതായിരിക്കണം? പരമേശ്വരൻ അഭിമുഖമായിരിക്കുന്ന പരമേശ്വരൻ പെട്ടെന്ന് കയറി വന്നു ഈ ഭവനത്തിലേക്ക്. ശക്തി എല്ലാവർക്കും ദർശനം കൊടുത്തിട്ടിരിക്കുന്ന നേരത്ത് പരമേശ്വരൻ അകത്ത് കയറി വരുന്നു. ഉത്ഥാനം ഭവസ്യാഭ്യുത്ഥാനേന, പെട്ടെന്ന് ദേവിയെ എണീപ്പിക്കുക, ഉത്ഥാനം ചെയ്യുക, അവിടുന്ന് എണീക്കുക ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന്. തവ പരിജനോക്തിഹി, പരാശക്തിയുടെ പരിജനങ്ങളെല്ലാം. പരാശക്തിയുടെ അടുത്ത ശ്ലോകം നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അഷ്ടൈശ്വര്യ സിദ്ധികളായിരിക്കുന്ന ദേവിമാരെല്ലാവരും അടുത്തിരുന്ന് ദേവിക്ക് പരിചാരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പരിചാരണം എല്ലാവർക്കും ദേവി ഓരോ ചാൻസ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ 64 കോടി യോഗി ദേവങ്ങൾക്കും എങ്ങനെയാണ് കിട്ടുക ചാൻസ്? പക്ഷവേദ ബുദ്ധി ഇല്ലാതെ കണ്ട് എല്ലാവർക്കും ഒരു സന്ദർഭം ദേവി തന്നെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ തവ പരിജനോക്തിഹി വിജയതേ, പരമേശ്വരൻ പെട്ടെന്നങ്ങ് കയറി വന്നതും ശക്തി ഇരുന്ന ഇരിപ്പിൽ നിന്നും എണീറ്റ് ഭഗവാനെ, പരമേശ്വരനെ, തൻ്റെ ഭർത്താവായിരിക്കുന്ന പ്രിയങ്കരനെ വരവേൽക്കുവാൻ വേണ്ടി സ്വാമി എന്ന് പറഞ്ഞ് എണീറ്റ് അദ്ദേഹത്തോട് അവിടെ നിന്ന് ഇരുന്ന സ്ഥലത്ത് നിന്നും എണീറ്റ് ഓടിപ്പോയി വരവേൽക്കുവാനുള്ള പെട്ടെന്നുള്ള ആ ഉത്ഥാനം. എണീറ്റപ്പോൾ പരിചാരകന്മാരായി നിൽക്കുന്ന ദേവിയുടെ ശക്തികളെല്ലാം അമ്മയെ വിളിച്ച് പറയാണ്, ഹേ പരാശക്തി ജഗന്മാത, പരമേശ്വരി, പതുക്കെ വെരി കെയർഫുൾ. പാദം വെക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വെക്കുക. കാരണം ആദ്യത്തെ പാദം തട്ടുന്നത് ബ്രഹ്മാവിൻ്റെ ശിരസിലായിരിക്കും, പിന്നീടോ കഠോരമായ കിരീടം ധരിച്ചിരിക്കുന്ന വിഷ്ണുവിൻ്റെ ശിരസിലായിരിക്കും. അതും വിട്ടു കഴിഞ്ഞാൽ പിന്നെയുള്ളത് മഹേന്ദ്രൻ്റെ. പിന്നെയുള്ള ഒട്ടനവധി ദേവന്മാരെല്ലാം വീണ് നമസ്കരിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് പാദം വയ്ക്കുമ്പോൾ വളരെയേറെ കെയർഫുള്ളായിട്ട് പാദം എടുക്കണേ എന്ന് അവർ കൊടുക്കുന്ന ഒരു വാണി അവർ ഓർമ്മിപ്പിക്കുക ചെയ്യാൻ ദേവിയോട്. പാദം വയ്ക്കുമ്പോൾ പാദത്തെ എടുത്ത് ചുവടെ വയ്ക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് മൂവ് ചെയ്യണമേ എന്നാണ് പറയുന്നത് ദേവിയോട്. അങ്ങനെയുള്ള ഒരു രസകരമായിരിക്കുന്ന ഒരു സ്തോത്രത്തെയാണ് ഇവിടെ ആദിശങ്കര ഭഗവത്പാദർ പരാശക്തിയെ നോക്കി അഭിസംബോധന ചെയ്തത്. ഇതിൻ്റെ കാരണം, ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിന് കാരണം ശക്തിക്ക് പരമേശ്വരനോടുള്ള സ്നേഹം മാത്രമല്ല, താൻ പരാശക്തിയാണെങ്കിലും പരമേശ്വരൻ്റെ ജീവശക്തിയാണെങ്കിലും എല്ലാ ദേവീ ദേവന്മാർക്കും അനുഗ്രഹസിദ്ധി നൽകുന്ന മഹാശക്തിയാണെങ്കിൽ പോലും തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ താൻ ഒരു കുടുംബിനിയാകുന്നു. അല്ലെങ്കിൽ ദേവിയുടെ ഈ കൺസോർട്ട് എന്ന് പറയും, അത് നല്ലൊരു വാക്കാണ് ഇംഗ്ലീഷിൽ. സഹധർമ്മിണിയായിരിക്കുന്ന പരാശക്തി ഭർത്താവിന് കൊടുക്കുന്ന മര്യാദ, ബഹുമാനം, അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം, ഇതിനെയെല്ലാമാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. അതിൽ ആദിശങ്കര ഭഗവത്പാദർക്ക് വളരെ സന്തോഷം ഏർപ്പെട്ടു ഈ പറയാൻ. കാരണം അതിന് മുമ്പിലത്തെ ശ്ലോകത്തിലാണ് താടങ്ക മഹിമ, പരമേശ്വരന് ജീവൻ കൊടുത്തത് പോലും ശക്തിയുടെ താടങ്ക മഹിമ കൊണ്ടാകുന്നു അദ്ദേഹത്തിനെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് എന്നുള്ള ശ്ലോകം പറഞ്ഞതോടുകൂടി ഇവിടെ എങ്ങനെയായാലും പെട്ടെന്ന് തൻ്റെ പിതാവായിരിക്കുന്ന അല്ലെങ്കിൽ പിതാസ്വരൂപനായിരിക്കുന്ന പരമേശ്വരനെയും ഒന്ന് പുകഴ്ത്തി പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പരാശക്തി തന്നെ തോന്നിപ്പിക്കുകയാണ്. ദേവി പറയുന്നു, നീ എന്നെ പ്രശംസിക്കുന്നത് അവിടെ ഇരിക്കട്ടെ, എൻ്റെ ഭർത്താവായിരിക്കുന്ന പരമേശ്വരനെ നീ പ്രശംസിക്കണം, അതിലാണ് എനിക്ക് സന്തോഷം അധികം. അതായത് ഉത്തമയായിരിക്കുന്ന ഒരു പതിവ്രത തൻ്റെ ഭർത്താവിനെക്കുറിച്ചോ തൻ്റെ മക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാതാക്കന്മാരെക്കുറിച്ചോ വലിയ വയസ്സായിരിക്കുന്ന ബന്ധുജനങ്ങളെക്കുറിച്ചോ ഇവരെക്കുറിച്ചെല്ലാം പ്രശംസിക്കുമ്പോഴാണ് ഉത്തമമായ ഭാര്യയ്ക്ക് യഥാർത്ഥമായ സന്തോഷം അവളുടെ മുഖത്തിൽ കാണാൻ സാധിക്കുന്നത്. അതിന് തകുന്ന മാതിരിയുള്ള പരിചരണവും അവൾക്ക് ഭർത്താവിൽ നിന്നും ലഭിക്കുന്നു, ഭർത്താവിന് അവളിൽ നിന്നും ലഭിക്കുന്നു. ഇതാണ് ഈ രഹസ്യം. ഈ സ്തോത്രം മനുഷ്യ ജീവികൾ എങ്ങനെ ജീവിക്കണം, ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ആരെയെല്ലാം എങ്ങനെയെല്ലാം ബഹുമാനിക്കണം എന്നുള്ള മഹാ അർത്ഥത്തെ കൊടുത്തുകൊണ്ടാണ് ഈ ശ്ലോകം ഭഗവത്പാദ നിർമ്മിച്ചത്. ശക്തി തന്നെയാണ് ആദിശങ്കര ഭഗവത്പാദരുടെ ബുദ്ധിയിൽ കൂടി കയറി ഈ സ്തോത്രങ്ങളെല്ലാം രചിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നതു എല്ലാം പരാശക്തിയായ നിന്റെ മഹാത്മ്യമാകുന്നു അമ്മേ, ഞാൻ എന്ത് ചെയ്യാനാ?
എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന നേരത്താണല്ലോ നീ വന്ന് എനിക്ക് അഭയം നൽകിയത്. വാ, എൻ്റെ സ്ഥലത്ത് വാ, ബാക്കിയുള്ള എല്ലാ ശ്ലോകങ്ങളും ഞാൻ പറഞ്ഞു തരുന്ന മാതിരി എഴുതിക്കോളൂ എന്നുള്ള ആ ഒരു അനുഗ്രഹം വേറെ ആർക്കാ കിട്ടുക? അതെനിക്ക് തന്നതുകൊണ്ട് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ മനസ്സിൽ എന്തെല്ലാം ഉദയമാകുന്നുവോ അതെല്ലാം പരാശക്തിയായിരിക്കുന്ന നിന്റെ ആശീർവാദ രൂപത്തിൽ, അനുഗ്രഹ രൂപത്തിൽ വരുന്ന ശ്ലോകമാകുന്നു, അല്ലെങ്കിൽ രചനയാകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും പരാശക്തിയെ പ്രണമിച്ച് നമസ്കരിക്കുന്നു. ഇത്രയും ഒരു കവിത്വവും ഭംഗിയുമുള്ള ഒരു സ്തോത്രം ആദിശങ്കര ഭഗവത്പാദരെ കൊണ്ടല്ലാണ്ട് വേറെ ആർക്കാണ് രചിക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെ ഒരു സംശയകരമായ കാര്യമാണ്. കിരീടം വൈരിഞ്ചം പരിഹരപുരഃ കൈഡപമിതഃ കഠോരേ കോടീരേ സ്ഖലസി ജഹിജംബാരിമകുടം പ്രവമ്രേ ശ്വേത്വേഷു പ്രസഭമുപയാതസ്യ ഭവനം ഭവസ്യാഭ്യുത്ഥാനേ തവ പരിജനോക്തിർവിജയതേ. ഓം സർവം ജഗദമ്മാർപ്പണമസ്തു. ഹരി ഓം.